സ്വച്ഛ ഭാരത് അഭിയാൻ രാജ്യത്ത് വന്നതിന് ശേഷം നിരവധി സംവിധാനങ്ങളിലൂടെയാണ് പൊതു ശൗചാലയങ്ങളും സ്വകാര്യ ശൗചാലയങ്ങളുമൊക്കെ ഗവൺമെൻറ്റുകൾ ഒരുക്കി കൊടുക്കുന്നത്. അതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും വലിയ ജാഗരൂകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അതൊരു 100% ആയി എന്ന് തന്നെ പറയാം. ഇനി വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ശതമാന കണക്കെടുത്താൽ നാമമാത്രമായ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അതും തീരദേശവും അതുപോലെ തന്നെ എന്തെങ്കിലും സാങ്കേതിക വിദ്യാ പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങൾക്കുള്ളവർക്കേ ഉള്ളൂ. ബാക്കി പരമാവധി ആളുകൾക്ക് ലാട്രിൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പൊതു ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പമ്പുകൾക്ക് അനുവദിച്ച പെട്രോൾ പമ്പുകൾക്ക് പൊതു ശൗചാലയം എന്നുള്ള കൺസെപ്റ്റിൽ അവിടെ പെട്രോൾ അടിക്കാനോ ഡീസൽ അടിക്കാനോ മണ്ണെണ്ണ വാങ്ങാനോ പോകുന്നവർ മാത്രമല്ല, അത്യാവശ്യം വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും പലരും അങ്ങനെ വാഹനം പാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ വാഹനം പാർക്ക് ചെയ്യുകയും അതിനാണ് വിശാലമായ ഗ്രൗണ്ടൊക്കെ. ഒരു വാഹനമൊക്കെ അത്യാവശ്യം ഒന്ന് പാർക്ക് ചെയ്യാനോ കാറ്റടിക്കാനോ അവിടെ ആ പോകുന്ന ഫാമിലികൾക്ക് പെട്രോൾ അടിച്ചില്ലെങ്കിലും പൊതുവെ ഒരു വണ്ടി പമ്പിൽ കയറി പെട്രോളും പിന്നെ ഇതൊന്നും അടിച്ചില്ല, അവിടുത്തെ സേവനം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിലും ഒന്നും വാങ്ങിയില്ലെങ്കിലും അവിടെ യൂറിൻ പാസ് ചെയ്യാനും ലാട്രിനിലൊക്കെ പോകാനുള്ളൊരു സൗകര്യം വെള്ളവും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനാണ് തിരുവനന്തപുരത്തും തൊടുപുഴയിലുമുള്ള കുറച്ച് പെട്രോൾ പമ്പിൻ്റെ ഡീലർമാരും പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിയും കൂടി കേസ് കൊടുത്തത്. അത് പറ്റത്തില്ല, പൊതുജനങ്ങൾക്കാകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതിൽ കേസ് കൊടുത്തു. ആ കേസിൽ ഹൈക്കോടതി പറഞ്ഞു ഇത് പൊതുജനങ്ങൾക്കുള്ളതല്ല, അത് സ്വകാര്യമായി അവിടെ പമ്പിൽ വരുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ്. എന്നാൽ അതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് കേസ് പോകുന്നു. അപ്പോൾ ഈ സുപ്രീം കോടതിയിലേക്ക് കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനും കേസിലുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പെട്രോളിയം മന്ത്രി നമ്മുടെ സുരേഷ് ഗോപിയാണ്. അപ്പോൾ അദ്ദേഹവും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തീരുമാനം പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമായി പറഞ്ഞിരിക്കുന്നത് ഇത് പൊതു ശൗചാലയം തന്നെയാണ്, സ്വകാര്യ ശൗചാലയമല്ല, എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 24 മണിക്കൂറും ഇത് തുറന്ന് മീൻസ് ഇത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കേണ്ടതാണ്. വെള്ളം അവിടെ ഉറപ്പാക്കേണ്ടതാണ്. രാത്രിയാണെങ്കിൽ വെളിച്ചം ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പെട്രോൾ പമ്പുകളിലുള്ള ശൗചാലയം അത് വളരെ വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കുകയും അത് കൃത്യ ഇടവേളകളിൽ വൃത്തിയാക്കുകയും ആവശ്യമായ വെള്ളവും വെളിച്ചവും അവിടെ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് മാത്രമല്ല, അത് പൊതുജനങ്ങൾക്ക് കൂടി തുറന്ന് കൊടുക്കേണ്ടതാണ്. ആരെങ്കിലും വന്നാൽ അവരോട് പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെ വച്ചത് കൊണ്ട് തന്നെ വ്യാപകമായി ഇപ്പം മറ്റു ട്രാൻസ്പോർട്ട് ഡിപ്പോകളിലെയോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലെയോ മറ്റ് പൊതു ശൗചാലയങ്ങളിൽ പോകുന്നുള്ള ഭയങ്കരമായ തിരക്കൊന്നുമില്ല. നമ്മൾ ധാരാളം പമ്പുകളിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കയറിയിട്ടുള്ളതാണ്. വളരെ കുറച്ച് ആളുകളെ പങ്കെടുക്കുന്നുള്ളൂ, ഇവിടെ പോകാറുള്ളൂ. അതുകൊണ്ട് ആ സൗകര്യം നിലനിർത്തണം. തീർച്ചയായും ദീർഘയാത്രയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ, വാഷ്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ, മുഖം കഴുകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ തോന്നിയാൽ പോകാനൊരിടം തീർച്ചയായും ആവശ്യമുണ്ട്. അത് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ യാത്രക്കാർക്കത് വലിയ സൗകര്യമാണ്. ഇനി ചെറിയ ഫീസ് ഏർപ്പെടുത്തിയാലും കുഴപ്പമില്ല, അതിൻ്റെ പരിപാലനത്തിന് വേണ്ടി ആരെങ്കിലും ചെറിയ ഫീസ് വാങ്ങിച്ചാലും കുഴപ്പമില്ല. പക്ഷേ അത് വലിയൊരു സേവനമാണ്. സ്വച്ഛ ഭാരത് അഭിയാൻ്റെ ഭാഗമായി വന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് അത് കർക്കശമായി പറഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളൊക്കെ നന്നായത് നന്നായത് ഉറപ്പിച്ചത് കൊണ്ടാണ് അത് വന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് വന്നൊരു കാര്യമാണ്. അതൊരു കാരണവശാലും പമ്പുകാർ അതിനകത്ത് നിന്ന് ഒന്ന് ബലം പിടിക്കരുത്. നിങ്ങൾ ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റിക്കാരോടും പമ്പിൻ്റെ ഉടമകളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് പേർ രാവിലെയൊന്നും ഒരു പമ്പിലും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പമ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതാണ്. വളരെ കുറച്ച് അംഗങ്ങളല്ലേ വരുന്നുള്ളൂ. അത് വലിയൊരു സേവനമാണ്. ഇനി അഥവാ കൂടുതൽ ആളുകൾ വന്നാലും ആ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾക്ക് പെട്രോളിയം വിൽക്കുമ്പോൾ കിട്ടുന്നത്. അതോടൊപ്പം ജനങ്ങൾക്കൊരു സൗകര്യം, ഒരു സേവനം കൂടി കൊടുത്താൽ മനോഹരമായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് കുടിവെള്ളം കൂടിയൊക്കെ വെച്ച് കൊടുക്കുക. ആളുകൾ അത്യാവശ്യം കോഫി ഷോപ്പൊക്കെ നടത്തി ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. സ്ഥലമുള്ള പമ്പുകളിൽ ആളുകൾ വന്നാൽ 1 മിനിറ്റോ വാഹനം അടിച്ച് പെട്ടെന്ന് പോവുകയല്ല, സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് അവർ റിലാക്സ് ചെയ്യട്ടെ. അതിനുള്ള സംവിധാനം കൂടി തിരിച്ച് ആലോചിക്കുക. തീർച്ചയായും ഈ ശൗചാലയം അത് പൊതുജനങ്ങൾക്കുള്ളതാണ് എന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ നിലപാട് ശ്ലാഘനീയമാണ്. അതിൻ്റെ ഭാഗമാകാൻ വേണ്ടി നിങ്ങൾ കേസ് പിൻവലിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും ശൗചാലയം പൊതുജനങ്ങൾ കൂടി ഉപയോഗിക്കുക. അതൊരു സേവനമായി തന്നെ പമ്പിൻ്റെ ഉടമകൾ കണ്ടാൽ അതൊരു വലിയ കാര്യമായിരിക്കും.